ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ക്വിസ് ബീറ്റ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് LP UP കുട്ടികൾക്കായി തയ്യാറാക്കിയ 100 പ്രധാന ചോദ്യങ്ങളുടെ പാർട്ട് 1 വീഡിയോ ആണിത്. നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഡോക്ടർ S രാധാകൃഷ്ണനും അധ്യാപക ദിനവും എന്ന ടോപ്പിക്കിൽ നിന്നും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. ഇന്ത്യയിൽ അധ്യാപക ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം സെപ്റ്റംബർ 5. ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ അധ്യാപക ദിനമായി ആഘോഷിക്കുന്നത്? ഉത്തരം ഡോക്ടർ S രാധാകൃഷ്ണൻ. ഡോക്ടർ S രാധാകൃഷ്ണൻ ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയായിരുന്നു? ഉത്തരം രണ്ടാമത്തെ രാഷ്ട്രപതി. ഡോക്ടർ S രാധാകൃഷ്ണൻ ഇന്ത്യയുടെ എത്രാമത്തെ ഉപരാഷ്ട്രപതിയായിരുന്നു? ഉത്തരം ഒന്നാമത്തെ ഉപരാഷ്ട്രപതി. ഇന്ത്യയിൽ ഏതു വർഷം മുതലാണ് അധ്യാപക ദിനം ആഘോഷിക്കാൻ തുടങ്ങിയത്? ഉത്തരം 1962. ഡോക്ടർ S രാധാകൃഷ്ണന്റെ പൂർണ്ണനാമം എന്താണ്? ഉത്തരം സർവേപ്പള്ളി രാധാകൃഷ്ണൻ. ഡോക്ടർ S രാധാകൃഷ്ണൻ ജനിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരം തമിഴ്നാട്, തിരുത്തണി എന്ന് പറഞ്ഞ സ്ഥലത്ത്. പ്രശസ്തമായ ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ വൈസ് ചാൻസലറായി സേവനമനുഷ്ഠിച്ച ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? ഉത്തരം ഡോക്ടർ S രാധാകൃഷ്ണൻ. ഡോക്ടർ S രാധാകൃഷ്ണൻ രചിച്ച പ്രശസ്തമായ തത്വശാസ്ത്ര ഗ്രന്ഥം ഏതാണ്? ഉത്തരം ഇന്ത്യൻ ഫിലോസഫി. ഡോക്ടർ S രാധാകൃഷ്ണന് ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നം ലഭിച്ച വർഷം ഏത്? ഉത്തരം 1954. ഡോക്ടർ S രാധാകൃഷ്ണൻ ബ്രിട്ടീഷ് സർക്കാരിൽ നിന്നും സർ പദവി നേടിയ വർഷം ഏത്? ഉത്തരം 1931. ഡോക്ടർ S രാധാകൃഷ്ണൻ ഏത് വിഷയത്തിന്റെ അധ്യാപകനായിരുന്നു? ഉത്തരം തത്വശാസ്ത്രം അഥവാ ഫിലോസഫി. ഡോക്ടർ S രാധാകൃഷ്ണൻ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പ്രൊഫസറായി സേവനമനുഷ്ഠിച്ചത്? ഉത്തരം കൊൽക്കത്ത യൂണിവേഴ്സിറ്റിയിലും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലും. ലോക അധ്യാപക ദിനവും അന്താരാഷ്ട്ര വിവരങ്ങളും എന്ന ടോപ്പിക്കിൽ നിന്നും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. ലോക അധ്യാപക ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഒക്ടോബർ 5. ഒക്ടോബർ 5 ലോക അധ്യാപക ദിനമായി പ്രഖ്യാപിച്ച അന്താരാഷ്ട്ര സംഘടന ഏതാണ്?
ഉത്തരം യുനെസ്കോ. അധ്യാപകരെ ബഹുമാനിക്കുന്നതിനായി അമേരിക്കയിൽ അധ്യാപക ദിനം ആഘോഷിക്കുന്നത് ഏത് മാസമാണ്? ഉത്തരം മെയ് മാസം. മാസത്തിലെ ആദ്യത്തെ പൂർണ്ണവാരത്തിലെ ചൊവ്വാഴ്ചയാണ് അധ്യാപക ദിനമായി ആഘോഷിക്കുന്നത്. പ്രശസ്ത ഗ്രീക്ക് ചിന്തകനായ സോക്രട്ടീസിന്റെ ശിഷ്യൻ ആരായിരുന്നു? ഉത്തരം പ്ലേറ്റോ. പ്ലേറ്റോയുടെ പ്രശസ്തനായ ശിഷ്യൻ ആരായിരുന്നു? ഉത്തരം അരിസ്റ്റോട്ടിൽ. ലോകം കീഴടക്കിയ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഗുരു ആരായിരുന്നു? ഉത്തരം അരിസ്റ്റോട്ടിൽ. പ്ലേറ്റോ സ്ഥാപിച്ച പ്രശസ്തമായ വിദ്യാഭ്യാസ സ്ഥാപനം ഏതാണ്? ഉത്തരം ദി അക്കാദമി. പ്ലേറ്റോ സ്ഥാപിച്ച ദി അക്കാദമി എന്ന സ്ഥാപനത്തിന്റെ മുകളിൽ എഴുതി വച്ചിരുന്ന വാചകം എന്തായിരുന്നു? ജാമിതി അറിയാത്തവർ ആരും ഉള്ളിൽ പ്രവേശിക്കരുത്. എമിലെ എന്ന പ്രശസ്തമായ വിദ്യാഭ്യാസ ഗ്രന്ഥം രചിച്ച ചിന്തകൻ ആരാണ്? ഉത്തരം റൂസോ. ഹെലൻ കെല്ലറുടെ ജീവിതം മാറ്റിമറിച്ച പ്രശസ്തയായ അധ്യാപിക ആരാണ്? ഉത്തരം ആൻ സള്ളിവൻ. പാവപ്പെട്ട കുട്ടികൾക്കായി മോണ്ടിസോറി വിദ്യാഭ്യാസ രീതി ആവിഷ്കരിച്ച വനിത ആരാണ്? ഉത്തരം മരിയ മോണ്ടിസോറി. ഇന്ത്യൻ വിദ്യാഭ്യാസ ചരിത്രവും പ്രമുഖരും എന്ന ടോപ്പിക്കിൽ നിന്നും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? ഉത്തരം മൗലാന അബുൽ കലാം ആസാദ്. മൗലാന അബുൽ കലാം ആസാദിന്റെ ജന്മദിനം അഥവാ നവംബർ 11 ഇന്ത്യയിൽ എന്തായിട്ടാണ് ആചരിക്കുന്നത്? ഉത്തരം ദേശീയ വിദ്യാഭ്യാസ ദിനം. ഇന്ത്യയിലെ അധ്യാപകർക്ക് നൽകുന്ന ഏറ്റവും ഉയർന്ന ബഹുമതി ഏതാണ്? ഉത്തരം ദേശീയ അധ്യാപക പുരസ്കാരം. വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ച പ്രശസ്തനായ അധ്യാപകനും കവിയും ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോറിന് ഗുരുദേവ് എന്ന പദവി നൽകിയത് ആരാണ്? ഉത്തരം മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിക്ക് മഹാത്മാ എന്ന പദവി നൽകിയത് ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ അധ്യാപിക ആരാണ്?
ഉത്തരം സാവിത്രിബായ് ഫുലെ. സാവിത്രിബായ് ഫുലെയും ഭർത്താവ് ജ്യോതിറാവ് ഫുലെയും ചേർന്ന് ഇന്ത്യയിൽ ആദ്യമായി പെൺകുട്ടികൾക്കായുള്ള സ്കൂൾ സ്ഥാപിച്ച സ്ഥലം ഏത്? ഉത്തരം പൂനെ, മഹാരാഷ്ട്ര. എനിക്ക് ഒരു മികച്ച അധ്യാപകനാകാൻ കഴിഞ്ഞാൽ അതാണ് എനിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ബഹുമതി എന്ന് പറഞ്ഞ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? ഉത്തരം ഡോക്ടർ APJ അബ്ദുൽ കലാം. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ജന്മദിനമായ ഒക്ടോബർ 15 എന്ത് ദിനമായിട്ടാണ് ആചരിക്കുന്നത്? ഉത്തരം ലോക വിദ്യാർത്ഥി ദിനം. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു? ഉത്തരം ചിത്തരഞ്ജൻ ദാസ് അഥവാ CR ദാസ്. കുട്ടികളുടെ നായകൻ എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം അഥവാ നവംബർ 14 ഇന്ത്യയിൽ എന്തായിട്ടാണ് ആഘോഷിക്കുന്നത്? ഉത്തരം ശിശുദിനം. ഗാന്ധിജി വിഭാവനം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയുടെ പേര് എന്താണ്? ഉത്തരം വാർധാ വിദ്യാഭ്യാസം അഥവാ നയ് താലീം. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന ആശയം മുന്നോട്ട് വെച്ച ഇന്ത്യൻ നേതാവ് ആരാണ്? ഉത്തരം മഹാത്മാഗാന്ധി. പ്രശസ്ത ഗണിതശാസ്ത്രജ്ഞനായ ശ്രീനിവാസ രാമാനുജന്റെ ഗുരു ആരായിരുന്നു? ഉത്തരം GH ഹാർഡി. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേമാതരം രചിച്ച അധ്യാപകനും എഴുത്തുകാരനും ആരാണ്? ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇതിഹാസങ്ങളിലെയും പുരാണങ്ങളിലെയും ഗുരുക്കന്മാരെക്കുറിച്ച് കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. ഗൗതമ ബുദ്ധന്റെ ഏറ്റവും അടുത്ത ശിഷ്യനും അന്തേവാസിയുമായിരുന്നത് ആരാണ്? ഉത്തരം ആനന്ദൻ. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ പ്രധാന ശിഷ്യൻ ആരായിരുന്നു? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. ചന്ദ്രഗുപ്ത മൗര്യന്റെ ഗുരുവും പ്രധാനമന്ത്രിയുമായിരുന്ന പ്രശസ്തനായ അധ്യാപകൻ ആരാണ്? ഉത്തരം ചാണക്യൻ അഥവാ കൗടില്യൻ.
ചാണക്യൻ രചിച്ച പ്രശസ്തമായ ഗ്രന്ഥം ഏതാണ്? ഉത്തരം അർത്ഥശാസ്ത്രം. മഹാഭാരതത്തിൽ കൗരവരുടെയും പാണ്ഡവരുടെയും ഗുരു ആരായിരുന്നു? ഉത്തരം ദ്രോണാചാര്യർ. മഹാഭാരത കഥയിൽ ഗുരുദക്ഷിണയായി സ്വന്തം തള്ളവിരൽ മുറിച്ചു നൽകിയ ശിഷ്യൻ ആരാണ്? ഉത്തരം ഏകലവ്യൻ. അർജുനന്റെ വില്ലാളി ഗുരു ആരായിരുന്നു? ഉത്തരം ദ്രോണാചാര്യർ. അഭിമന്യുവിന്റെ ആയോധന കലകളിലെ ഗുരുക്കന്മാരിൽ ഒരാളായ ശ്രീകൃഷ്ണന്റെ പുത്രൻ ആര്? ഉത്തരം പ്രദ്യുപ്നൻ. ശ്രീകൃഷ്ണന്റെയും ബലരാമന്റെയും ഗുരു ആരായിരുന്നു? ഉത്തരം സാന്ദീപനി മഹർഷി. ശ്രീരാമന്റെയും ലക്ഷ്മണന്റെയും ഗുരു ആരായിരുന്നു? ഉത്തരം വസിഷ്ഠ മഹർഷി. വിശ്വാമിത്രനും ഗുരുവായിരുന്നു. ഭാരതത്തിൽ ഗുരുപൂർണിമ ആഘോഷിക്കുന്നത് ഏതു ഗുരുവിന്റെ സ്മരണാർത്ഥമാണ്? ഉത്തരം വേദവ്യാസൻ. സിഖ് മതക്കാരുടെ ആദ്യത്തെ ഗുരു ആരായിരുന്നു? ഉത്തരം ഗുരുനാനാക്ക്. സിഖ് മതത്തിൽ ആകെ എത്ര ഗുരുക്കന്മാരുണ്ടായിരുന്നു? ഉത്തരം 10 ഗുരുക്കന്മാർ. സിഖ് മതക്കാരുടെ 10ാമത്തെയും അവസാനത്തെയും ഗുരു ആരാണ്? ഉത്തരം ഗുരു ഗോവിന്ദ് സിംഗ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ നല്ല വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ക്വിസ് ബീറ്റ് മലയാളം ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പാർട്ട് 2 കാണാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.